നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് എംപിമാർ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചു. ജോൺ ബ്രിട്ടാസ് എംപിയും കെ രാധാകൃഷ്ണൻ എംപിയുമാണ് കത്തയച്ചത്. ഒരാഴ്ച മാത്രം ശേഷിക്കുന്നതിനാൽ നടപടി ഒഴിവാക്കാനുള്ള ഇടപെടൽ നിർണായകമാണെന്ന് ജോൺ ബ്രിട്ടാസ് എംപി കത്തിൽ പറയുന്നു. വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് സർക്കാർ വേഗത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നുവെന്ന് കെ രാധാകൃഷ്ണൻ എംപിയും. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, സമയമാണ് വളരെ പ്രധാനപ്പെട്ടത്. എംപിമാരുടെ ഇടപെടൽ ഏത് രീതിയിലാണ് വിദേശകാര്യ മന്ത്രാലയം വിഷയത്തെ കാണേണ്ടത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്? അർജുൻ, പ്രതീക്ഷ ഒരാഴ്ച മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാകാൻ വേണ്ടി ബാക്കിയുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാനാകുമെങ്കിൽ, അതായത് ഒരു ഇടപെടലിനോടുകൂടി മോചനമോ അതല്ലെങ്കിൽ ശിക്ഷാ ഇളവോ സാധ്യമാവുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് നയതന്ത്ര ഇടപെടലിനോടുകൂടി മാത്രമേ ചർച്ച നടത്തി മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് എംപിമാർ കത്തയച്ചിരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് എം പി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും അതുപോലെ കെ രാധാകൃഷ്ണൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമാണ് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു ഇടപെടൽ സാധ്യമാകുമെന്നുള്ള കാര്യം, അതുപോലെ ഒരുപക്ഷെ മോചനമോ അതല്ലെങ്കിൽ ശിക്ഷാ ഇളവോ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാധ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിലുള്ളത്. മാത്രമല്ല, കുടുംബവും വലിയ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ മുന്നിലുള്ള ആകെയുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരു അവസാന മാർഗം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലാണ്. അതിലൂടെ എന്തെങ്കിലും രീതിയിൽ സാധിക്കുകയാണെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ ഒരു ഇടപെടലിലൂടെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഇളവ് നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കത്തയച്ചിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. നിമിഷ വിഷയത്തിൽ ഇടപെടൽ തേടിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക്, വിദേശകാര്യ മന്ത്രാലയത്തിന് CPM എംപിമാരുടെ കത്ത് അയച്ചിരിക്കുന്നത്.